PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 10th ലെവലിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളെ കുഴപ്പിച്ചു അല്ലെ, ജോഗ്രഫി, അതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ, ചിലത് പ്രസ്താവന രീതിയിലുള്ളതൊക്കെ ചിലത് നമുക്കൊന്ന് ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കി അല്ലെ. അപ്പോൾ ഈ ടഫായിട്ട് എഴുതിയവർക്ക് പെട്ടെന്ന് അതൊന്ന് ക്യാൻസൽ ആക്കി കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും, അത് ആർക്കാണെങ്കിലും തോന്നും. അപ്പോൾ ഇപ്പൊ PSCയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ വന്നിരിക്കുന്ന അറിയിപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫേസ് ക്യാൻസൽ ആക്കത്തില്ല, ഫസ്റ്റ് രാവിലെ നടന്നത് ക്യാൻസൽ ആക്കത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ചിലപ്പോൾ ക്യാൻസൽ ആക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താന്ന് വെച്ചാലും ഇത് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, മറ്റുള്ള വേറെ ഏതൊക്കെയോ പാലക്കാടോ കോഴിക്കോടോ അങ്ങനെയുള്ള ജില്ലകളിലും ഇതേപോലെ തന്നെ ചോദ്യപേപ്പർ മാറ്റി വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായി അറിയില്ല. അതിനെതിരെ പ്രതിഷേധങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ചിലര് നന്നായിട്ടൊക്കെ സ്കോർ ചെയ്ത് കാണും അല്ലെ. അപ്പോൾ അവർക്ക് എക്സാം ക്യാൻസൽ ആക്കരുത് എന്നുള്ളൊരു ചിന്തയായിരിക്കും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. രാത്രിയും പകലും ഒക്കെ ഉറക്കം വിളിച്ച് പഠിച്ചവർക്ക് ചിലപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടാവും, എക്സാം ക്യാൻസൽ ആക്കുമോ എന്നുള്ളൊരു ടെൻഷൻ. ബാക്കിയുള്ളവർക്ക് നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നത് രണ്ടാൾക്കാർക്കും തുല്യമായിട്ട് തന്നെയാണ് രണ്ടാൾക്കാരുടെയും. ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലെ. രണ്ടാൾക്കാരും ഒരേപോലെ തന്നെയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നമുക്കും ചിലപ്പോൾ ഇവരുടെ ഇപ്പൊ കൂടുതൽ മാർക്ക് കിട്ടി. ചിലർ 70+ ഒക്കെ പറയുന്നുണ്ട്, 80+ ഒക്കെ പറയുന്നുണ്ട്. എന്താണ് കറക്റ്റ് എന്ന് നമുക്ക് കട്ട് ഓഫ് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാൽ പോലും പക്ഷെ ഇത് നമുക്കൊന്നും ഇപ്പൊ ഒരു വിശ്വസ്തത നമുക്ക് നഷ്ടപ്പെട്ട കാര്യം. ഫസ്റ്റ് ഫേസിൽ ഇപ്പൊ ഇനി ആർക്കൊക്കെ ഇപ്പൊ ഇവര് നേരത്തെ ആർക്കൊക്കെ കിട്ടി ക്വസ്റ്റ്യൻ, അങ്ങനൊന്നും നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഫസ്റ്റ് ഫേസ് എഴുതിയവർക്ക് ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരിക്കും ഇത്. കാര്യം നമ്മൾ എത്രയോ PSC ഒരു വിശ്വസ്ത സ്ഥാപനമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷൻ വരും. പക്ഷെ അതിൽ ഈ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു നല്ല ഹൈ ലെവലിലായിട്ട് പോയെന്ന് നമുക്ക് പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചപ്രയാഗ സ്ഥിതി ചെയ്യുന്നത്, അതേപോലെ തന്നെ ഝലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? അതൊക്കെ NCERT SCERT ഒക്കെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടുള്ളതാണ്. പിന്നെ നമ്മുടെ മൊളാസിസ് തടാകം, അതൊക്കെ നമുക്കറിയാം. പിന്നെ ധാതു നിക്ഷേപം, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ പ്രാചീന കാലത്ത് ബംഗാളിലെ സൊനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിക്കുന്ന പാത, പിന്നെ അതൊക്കെ തമ്മിൽ നമ്മുടെ ഈ ജോഗ്രഫി കുറച്ച് ടഫാക്കി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. മാത്സ് കുഴപ്പമില്ലായിരുന്നു ഏകദേശം. അപ്പോൾ നമുക്കറിയത്തില്ല എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുന്നതെന്ന്. എന്തായാലും അതിനെതിരായിട്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ TV-യിലൊക്കെ അതിനെതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ എക്സാം ഇങ്ങനെ മാറ്റി വന്നതിന്, ചോദ്യപേപ്പർ മാറ്റി പൊട്ടിച്ചതിന്. അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല വരും ദിവസങ്ങളിൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. എന്നിരുന്നാൽ കൂടെയും പിന്നെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പഠിക്കുക, ഇനിയും പഠിക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ നെഗറ്റീവ് കൂടുതൽ വന്നവർക്കും അത് നന്നായിട്ട് സ്കോർ ചെയ്തവർ അടുത്ത പരീക്ഷയ്ക്കും ഒക്കെ നന്നായിട്ട് ഇനി പഠിക്കുക. നമുക്ക് കിട്ടുന്ന ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് കിട്ടുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ PSCയുടെ ഔദ്യോഗികമായ അറിയിപ്പ് പ്രകാരം പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ അത് എന്ത് വിജയകരമാണെന്ന് പറയാൻ പറ്റുന്നില്ല. കാര്യം ഫസ്റ്റ് ഫേസിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്, നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വിജയകരമായി പൂർത്തിയാക്കുന്നത് എന്ന് പറയുന്നതിൽ അത് എത്രത്തോളം വിജയകരമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. പക്ഷെ എല്ലാവരുടെയും എന്താണ് നമുക്ക് വരുന്നതെന്ന് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. പക്ഷെ എന്നിരുന്നാൽ പോലും ചില ഭാഗങ്ങളൊക്കെ അപ്പൊ ഇനിയും നമുക്കൊരു സൂചന എന്ന് വെച്ചാൽ ഇനിയും കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സാധാരണ ഒരു പ്രിലിംസിന്റെ ഒരു പാറ്റേൺ അല്ലായിരുന്നു നോക്കിയപ്പോൾ തോന്നിയിരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ തോന്നിയിരുന്നത്. എന്നാലും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി എന്താണെന്ന് നമുക്ക് തിങ്കളാഴ്ച അറിയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എക്സാമിന്റെ കട്ട് ഓഫ് എന്തായാലും 70-ന് മുകളിലൊന്നും പോകാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.